അൺലേണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിങ്ങളൊരു ഡ്രസ്സ് എടുക്കാൻ പോവാണ്, നിങ്ങൾക്കത് ഇഷ്ടമായി, നിങ്ങൾക്കത് വാങ്ങിക്കാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ പ്രൈസ് ടാഗ് നോക്കും. അത് വേർത്ത് ആണോ എന്ന് നോക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ ടാഗ് നോക്കിയിട്ട് എൻ്റെ കയ്യിൽ കാശില്ല അതുകൊണ്ട് വേണ്ട എന്ന് വയ്ക്കുന്ന മനോഭാവമാണ് നമ്മൾ മാറ്റേണ്ടത്. നിങ്ങൾ ആലോചിച്ചു, ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഫുഡ് തരാൻ അമ്മ വന്നിട്ട് 5 എണ്ണം വരും, കോക്കാച്ചി വരും എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഇപ്പം നിങ്ങൾക്കറിയാലോ, ഇരുട്ടത്ത് അങ്ങനെ ഒരു കോക്കാച്ചി വരില്ല, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളത്. അത് നിങ്ങൾ തനിയെ പഠിച്ച കാര്യമാണ്. പക്ഷേ ഇതുപോലെ ചെറുപ്പം തൊട്ടേ നമ്മൾ കണ്ടുവരുന്ന പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകും. ഈ ഒരു ചിന്ത, അതായത് നമ്മളുടെ തിങ്കിങ് പാറ്റേൺ, അതൊരിക്കലും നമ്മളുടെ തെറ്റല്ല കേട്ടോ. നമ്മൾ ഈ പല സാഹചര്യത്തിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുന്നത്. എങ്ങനെ, ഇപ്പം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റില്ല, ഹാർഡ് വർക്ക് ചെയ്താലേ ക്യാഷ് ഉണ്ടാവുള്ളൂ, അങ്ങനെ പല തോട്ട് പ്രോസസ്സ് നിങ്ങൾക്ക് ഉണ്ടാകും. ഈ തോട്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് ആ പാറ്റേൺ നിങ്ങൾ എവിടെ മാറ്റുന്നോ അവിടെയാണ് നമുക്ക് ചേഞ്ചസ് വരുന്നത്. ഇത് മാറ്റാനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അഫർമേഷനാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ നേരെ തിരിച്ച് നിങ്ങൾക്കൊരു വ്യത്യാസം വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ വെൽത്തി ആണ്, എനിക്കത് വാങ്ങിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്കൊരു ധൈര്യക്കുറവാണ്, പേടിയാണെങ്കിൽ ഐ ആം കോൺഫിഡൻറ്റ്, എനിക്കത് ചെയ്യാൻ പറ്റും. നിങ്ങളോട് തന്നെ ഒരു 50 പ്രാവശ്യം ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞു നോക്ക്, നിങ്ങളത് കൊണ്ടെത്തിക്കുന്നത് വേറെ സ്ഥലങ്ങളിലായിരിക്കും. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകും. ഇത് എന്ത് തന്നെയാണെങ്കിലും ഈ തിങ്കിങ് പാറ്റേൺ കംപ്ലീറ്റ്ലി മാറ്റിയാൽ മാത്രമേ എക്സാക്ട്ലി മാനിഫെസ്റ്റേഷൻ്റെ ആദ്യത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.